കപ്പ ടിവിയിലെ മ്യൂസിക് മോജോയിലൂടെ കേരളക്കരയിൽ തരംഗം സൃഷ്ടിച്ച വെക്കടാ ഇതിനു മുകളിൽ മറ്റൊന്ന് എന്ന് നമ്മെ കൊണ്ട് പറയിപ്പിച്ച അനങ്ങാപ്പാറ പോലിരിക്കുന്നവരുടെ പെരുവരലിന്നൊരു മിന്നൽ കൊടുത്ത് തുള്ളിക്കയറാൻ പ്രേരിപ്പിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെ തലയിൽ കയറി ഇനിയും ഇറക്കി വിടാതെ പിടിച്ചു നിർത്തിയ നമ്മുടെ സ്വന്തം തൈക്കുടം ബ്രിഡ്ജിന്റെ കച്ചേരി മൈസൂരിന്റെ ഹൃദയമായ കൊട്ടാരമുറ്റത്ത് അരങ്ങേറുമ്പോൾ ഞാൻ എങ്ങനെ കുടുംബത്ത് കുത്തിയിരിക്കും? ഈ സമയത്ത് സ്വന്തം വാഹനത്തിൽ പോയാൽ വണ്ടിക്ക് 4 വരെയും തന്തയ്ക്ക് 5 തെറിയും അച്ചട്ടാണെന്ന മുൻ അനുഭവം പരിഗണിച്ച് ഒട്ടും വൈകിക്കാതെ ഓല ഓട്ടോ എടുത്ത് അരമനയിലെത്തി. എന്നിലുള്ള വിശ്വാസ്യത കണക്കിലെടുത്ത് പ്രിയപ്പെട്ട കണവൻ കൂട്ടായി വന്നു. മൊബൈൽ ഉഷാർ എന്ന പോലീസ് ഏമാന്റെ ഉപദേശം ഉൾക്കൊണ്ട് ജാഗ്രതയോടെ ജനസാഗരത്തിനിടയിലൂടെ നൂണുകയറി. കൊട്ടാര വളപ്പിലാകെ മലയാളിമയം. മലയാളിക്കൂട്ടത്തിനിടയിൽ തെറ്റിയും തെറിച്ചും കന്നഡികരും ഒറ്റയും തെറ്റയുമായി തമിഴ് മക്കളും വന്നുചേരുന്നു. അരങ്ങിൽ നിന്ന് ഏറെ പുറകിലായി കിട്ടിയ ഒരിട്ടാവട്ടത്ത് ഞങ്ങൾ നിലയുറപ്പിച്ചു. തൈക്കുടം ബ്രിഡ്ജിന്റെ നെടും തൂണായ ഗോവിന്ദ് വസന്തയുടെ വയലിന്റെ മാധുര്യം വളകിലുക്കം പോലെ വാനിൽ മുഴങ്ങിക്കേട്ടു. ഒന്നല്ല രണ്ടല്ല പലവട്ടം. സംഗീതത്തിന് പ്രായമൊരു തടയല്ലെന്ന് അരങ്ങിൽ പീതാംബരൻ മാഷും ആസ്വാദനത്തിനതിരില്ലെന്ന് കാണികളിലെ തലമൂത്തവരും തെളിയിച്ചു. ചാരു കസേരകളിൽ ചാരിയിരുന്ന സുഖം പിടിച്ചങ്ങനെ കസേര കണക്കെ ജീവനറ്റിരിക്കുന്ന ഒരു കൂട്ടർ മുൻനിരയിലെങ്കിൽ ഇങ്ങ് പുറകിൽ ആർപ്പുവിളികളും ആരവങ്ങളും ആഘോഷങ്ങളുമായി തീപ്പന്തം പോലെ കൗമാരക്കാരും. അത്രമേൽ പ്രിയമാം നിമിഷം ഒറ്റ ക്ലിക്കിൽ ഒപ്പിയെടുക്കാൻ കൂടെ വന്നവന്റെ തോളറ്റം കയറുന്നവനും സംഗീതത്തിന്റെ അനന്തമായ താളത്തിൽ ലയിച്ച് ആടാൻ മറന്നുപോയവരും. അങ്ങനെ ഒറ്റ ചട്ടക്കൂടിൽ എത്രയധികം എത്ര തരം മനുഷ്യരാണ് മിന്നിമറയുന്നത്. ഈ സമയം ചിത്രീകരണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ ആസ്വാദനത്തിന് നൽകിയതിനാൽ ആവശ്യത്തിനുള്ള കാഴ്ചകൾ മാത്രം ഒപ്പിയെടുത്ത് ഒറ്റയ്ക്കൊരോളവും തീർത്ത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിനം മെനഞ്ഞെടുത്ത് അവസാനം എന്ന പാട്ടിനൊപ്പം ആടിയാടി അങ്ങനെ ആസ്വദിച്ചൊരു മടക്കം. ഈ പറയുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ കണ്ടമിടറുന്നത് ഇന്നലത്തെ ഈ ആസ്വാദനത്തിന്റെ ബാക്കി പത്രമാണ്. അപ്പോ മൈസൂർ ദസറയിലെ മറ്റു വിശേഷങ്ങളുമായി ഉടനെ എത്താം എന്ന ശുഭപ്രതീക്ഷയോടെ ഇതു നമ്മ മൈസൂരിനിന്ദ. It's me Hasina from Eras Castle.